viewers, welcome to the world of English. It is me, Yasser from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രാമറിന്റെ പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പല മക്കളും റിസ്ക് ആണെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗിന്റെ പോർഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എഡിറ്റിംഗ് ചെയ്ത് നോക്കിയാലോ? നോക്കിക്കോട്ടെ, എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ, എഡിറ്റ് ദ പാസേജ് ആൻഡ് എറോസ് ആർ അണ്ടർലൈൻ. താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഡോക്ടർ സാലിം അലി നോ ദ ബേർഡ്മാൻ ഓഫ് ഇന്ത്യ. ഡോക്ടർ സാലിം അലി അറിയുന്നത് ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഡോക്ടർ സാലിം അലി അറിയുന്നത് എന്നല്ല, ഡോക്ടർ സാലിം അലി അറിയപ്പെടുന്നത്. ഡോക്ടർ സാലിം അലി അറിയപ്പെടുന്നത്. അപ്പോൾ അറിയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്താ പറയാ? നമ്മൾ ന്യൂ എന്നല്ല പറയാം, നമ്മൾ നോൺ എന്നാ പറയാം. സാലിം അലി അറിയപ്പെടുന്നത് KNOW എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സാലിം അലി അറിയപ്പെടുന്നത് ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇതെന്താ? ഡെഡിക്കേറ്റഡ് ഈസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ചു എന്നല്ല, അദ്ദേഹത്തിന്റെ ജീവിതമാണ്. അപ്പോൾ ലൈവ് പറഞ്ഞാൽ ജീവിക്കുക, അത് വെർബായിട്ട് നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം എന്ത് ചെയ്തു? സമർപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടു സ്റ്റഡിയിങ് ആൻഡ് കൺസർവ്. ടു സ്റ്റഡിയിങ് ആൻഡ് കൺസർവ് അല്ല, ടു സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ്. ഓൾറെഡി സ്റ്റഡിയിങ്ങിൽ ING ഫോം കണ്ടു. സോ അത് കണ്ടിന്യൂഷൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ് എന്ന് പറയാൻ പറ്റും. അതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹി സർവേസ് ബേർഡ് അക്രോസ് ദ ഇന്ത്യ പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു ദർ ഹാബിറ്റേറ്റ്. കിളികളെ കുറിച്ച് പറയണം. അതായത് കിളികളെ കുറിച്ച് പഠിക്കലാണ് അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ നടത്തിയത്. അതായത് സർവേകളൊക്കെ അങ്ങനെയായിരുന്നു. ഇൻസൈറ്റ് ഇൻ ടു ദർ ഹാബിറ്റേറ്റ്, അവിടെയുള്ള അവരുടെ പിന്നെ കിളികളുടെ കൂടിയാണ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞതോ. കിളികളുടെ കൂട് നോക്കുക. ഇവിടെ അവിടെ എന്നല്ല പറയുക, ഇവിടെ കിളിനെ കുറിച്ചാണ് പറയുന്നത്. കിളികളെ കുറിച്ച് പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ദേറല്ല വേണ്ടത്, ഇവിടെ എന്താണ്? കിളികളുടെ, അവരുടെ എന്നുള്ള ആ ഒരു റിലേറ്റീവ് പ്രൊനൗണാണ് വേണ്ടത് കേട്ടോ. സോ അതിനുശേഷം ഹി റോട്ട് എ സെവറൽ ഇൻഫ്ലുവൻഷ്യൽ ബുക്ക്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൻക്ലൂഡിംഗ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഹൂ റിമൈൻസ് എ ക്ലാസിക്കൽ റെഫറൻസ്. ഹൂ എന്നുള്ളത് എന്താ? മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാം? ഹൂ എന്ന് പറയാം. ഇവിടെ പറഞ്ഞത് പുസ്തകത്തിനെ കുറിച്ചാണ്. അപ്പോൾ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? ഒരു വസ്തു ആയതിനെ കൊണ്ട് നമ്മൾ ഹൂ മാറ്റം എന്താക്കണം? വിച്ച് ആക്കണം. റിലേറ്റീവ് പ്രൊനൗൺ ആണ് വിച്ച്. ദെൻ അതിനുശേഷം റെഫറൻസ് ഫോർ ഓർണിറ്റോളജിസ്റ്റ്. ഓർണിറ്റോളജിസ്റ്റിൽ എന്നുള്ള സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റോപ്പ്. സ്പെല്ലിംഗ് ഉണ്ട്. ഓർണി എന്ന് കഴിഞ്ഞിട്ട് എന്തില്ല? ഐ ഇല്ല. ഐ ഉള്ളത് എവിടെയാണ്? ORI എന്നാ. ഒറിനിറ്റോളജി അല്ല, ഓർണിത്തോളജിയാണ് കേട്ടോ. അപ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സാർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കിക്കോടാം എന്തൊക്കെ മാറ്റങ്ങളാണ്. നോ എന്നുള്ളത് എന്തായി? നോൺ ആയി. ലൈഫായി. കൺസർവിംഗ് ആയി. ദയറായി. ഹൂ വിച്ചായി. ഓർണിത്തോളജി എന്തായി? ഓർണിത്തോളജിസ്റ്റ് ആയി. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ മാറ്റം വരും. V1 V2 മാറ്റേണ്ടി വരും. ഹാവ് ഹാസ് വന്നാൽ ഹാഡ് ആക്കേണ്ടി വരും. വാസ് വേർ വന്നാൽ എന്താ? ഈ സാമ് വന്നാൽ വാസ് വേറെ ആക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. മുൻകഴിഞ്ഞ ലൈവുകളിലൊക്കെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്രിസിയേഷൻ, ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായിട്ട് ഇന്ന് രാത്രി കൃത്യമേരൊക്കെ MS സൊല്യൂഷൻ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. ഇന്ന് രാത്രി ഫ്രണ്ട്സിനെ കൂട്ടി വേഗം വന്നോ, നമുക്കൂടെ അടിച്ച് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റായിട്ട് ഗ്രാമറും ഡിസ്കോഴ്സ് എല്ലാം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റായിട്ട് അടിച്ച് നിങ്ങൾക്ക് തരും. അതൊക്കെ ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി വന്നോ, ഇപ്പോൾ തന്നെ ലിങ്കിൽ കയറിയിട്ട് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കി തന്നോ. നമ്മൾ രാത്രി 7 കാണാം.